മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു പിതാവ് ഒരു 8 വയസ്സുള്ള കുട്ടിയുമായി കടന്നു വന്നുകൊണ്ട്, കാരണം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടുകാർക്കും പുറമേയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും പേടി വരുന്ന വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ തൻ്റെ 8 വയസ്സുകാരനുമായി വന്നുകൊണ്ട് പറഞ്ഞു, ഇവന് അനുസരണക്കേട് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഒന്ന് എന്താക്കണം, ഉപദേശിച്ച് ശരിപ്പെടുത്തണം, അതിനാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പിതാവിനോടുള്ള കുട്ടിക്കുള്ള കടമകൾ സംബന്ധിച്ച് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കുട്ടി ചോദിച്ചു, എൻ്റെ ഉപ്പാക്ക് എന്നോട് വല്ല കടമയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും ഉണ്ട്, പിതാവിന് കുട്ടിയോടും ചില കടമകളൊക്കെ ഉണ്ട് പറഞ്ഞു. പ്രധാനമായും 3 എണ്ണമാണ്. ഒന്നാമത്തെ, അപ്പോൾ കുട്ടി ചോദിച്ചു എന്താണ് ആ 3 എണ്ണം? പ്രധാനമായി ഒരു കുട്ടിക്ക് ഒരു ഉപ്പ ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് നല്ല ഉമ്മയെ കൊടുക്കണം, അത് പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്, ആ കുട്ടിക്ക് നല്ലൊരു പേരിടലും പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. മൂന്നാമത്, ആ കുട്ടിക്ക് വിവേകമായി കഴിഞ്ഞാൽ, അതായത് തമ്മീസ് വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് കാര്യങ്ങളൊക്കെ വകതിരിച്ചറിയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ദീനി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും പിതാവിൻ്റെ കർത്തവ്യമാണ്. അപ്പോൾ കുട്ടി തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മജൂസിയായ സ്ത്രീയാണ്, അതായത് മുസ്ലിം അല്ല. രണ്ടാമത്, എനിക്ക് കരിവണ്ടി എന്നർത്ഥം വരുന്ന ഒരു പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. മൂന്നാമത്, ഈ 8 വയസ്സായിട്ട് എനിക്കൊന്നും ദീനിയായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടില്ല. കുട്ടിയെ ഉപദേശിക്കാൻ ഒരുങ്ങിയ ആ കുട്ടിയോട് ഉപദേശിക്കാൻ നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ചെയ്തിട്ട് വരി, എന്നിട്ട് കുട്ടിയെ ഉപദേശിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോയിന്റ്, ഒരു പിതാവ് ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? നല്ല ഉമ്മയെ കൊടുക്കും. ഉമ്മമാരാണ് ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങൾ നിക്കാഹിൻ്റെ സദസ്സുകളിൽ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട്, തുങ്കഹുൽ മർഅതു ലി 4 ഖിസാൽ ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാത്തിദ്ദീൻ. സൗന്ദര്യത്തിന് വേണ്ടിയും തറവാടിന് വേണ്ടിയും അതുപോലെ തന്നെ മുതലിന് സമ്പത്തിന് വേണ്ടിയൊക്കെ ആളുകൾ എന്താവും കല്യാണം കഴിക്കും. നീ ഏതിനെ തിരഞ്ഞെടുത്തോ? ദീനിനെ തിരഞ്ഞെടുത്തോ എന്ന് നമ്മൾ ആ സമയത്ത് പറയാറുണ്ട്. അപ്പോൾ ഒരു പിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്ന, കുട്ടിയോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നല്ല ഉമ്മയെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഉമ്മയായി കഴിഞ്ഞാൽ ആ പിതാവിൻ്റെ ഉത്തരവാദിത്തം ഏറെക്കുറെ 50% പൂർത്തിയായി എന്ന്. അപ്പോൾ ഇവിടെ കൂടുതൽ ഉമ്മമാരായതുകൊണ്ട് നമ്മൾ കുട്ടി ഉണ്ടായ ശേഷം അങ്ങാടി പോയി ഉമ്മാനെ വാങ്ങാൻ പറ്റുമോ? അപ്പം നമ്മളെന്താ നല്ല ഉമ്മാക്ക് ചെയ്യുക അല്ലേ? അപ്പം നമ്മൾ നല്ലവരായി മാറണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മാര്, നല്ല കുട്ടികളുടെ ഉമ്മാരൊക്കെ ഒന്ന് കൈപൊക്കി ഞാൻ കാണട്ടെ, ഞാൻ അന്വേഷിക്കും. നല്ല കുട്ടികളുടെ ഉമ്മാര് മാത്രം കൈപൊക്കിയാൽ മതി. നല്ല പൊക്കിയിട്ട് എത്ര ആളുണ്ടെന്ന് അറിയാനാണ്. മാഷാ അല്ലാഹ്, കൈതാത്തി കുറേ ആൾക്കാരൊക്കെ നല്ല. അപ്പം നല്ല കുട്ടികളുടെ ഉമ്മാരും ഉണ്ട്, നല്ല കുട്ടികൾ. ഞാൻ ഈ പൊക്കിയ ആൾക്കാരിൻ്റെയൊക്കെ നല്ല കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പൊക്കിപ്പിക്കുണ്ടോ, നല്ലതാണോ എന്നുള്ളത്. അപ്പം നല്ല കുട്ടികളുടെ ഉമ്മാരാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലേ? നിങ്ങളൊരു ദിവസം രാവിലെ എണീച്ചിട്ട് പുറത്ത് വന്ന് പൈപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് പൈപ്പിൽ വെള്ളം വളരെ മോശമായിട്ടാണ് വരുന്നത്. ഭയങ്കര വാസനയുണ്ട്, പൈപ്പിൽ വെള്ളം കേടുവന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഒന്നും ചെയ്യില്ല. കിണറ്റിൽ പോയി, കിണറ്റിൽ വെള്ളം വരിക, ടാങ്കിൽ എവിടെ പോയി നോക്കുക? പൈപ്പ് തുറന്നതാകുമ്പോൾ ടാങ്കിൽ പോയി നോക്കും അല്ലേ? ചിലവർ ടാങ്കിൽ പോയി നോക്കും. പൈപ്പ് പ്ലംബറിനെ വിളിച്ച് പൈപ്പ് മാറ്റുന്നമാരൊക്കെ ഒന്ന് കൈപൊക്കി. വെള്ളം കേടുവന്നല്ലോ, വെള്ളം ഏതിൽ കൂടെ കേടുവന്നവരിന് പൈപ്പിലൂടെയല്ലേ? അപ്പോൾ പൈപ്പ് മാറ്റുന്നവരാരൊക്കെയുള്ളത്? ആരും മാറ്റില്ല. എല്ലാവരും അവിടെ ചെല്ലും, ടാങ്കിലേക്ക് ചെല്ലുമല്ലേ? ടാങ്കിൽ ചെന്ന് നോക്കും, ടാങ്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. നമ്മളാരും പൈപ്പ് മാറ്റാൻ എന്താകില്ല, നിൽക്കില്ല അല്ലേ? നിങ്ങൾക്ക് അതൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം.
അപ്പൊ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാ ചെന്ന് നോക്കണ്ടേ? കുട്ടിന്റെ തല അങ്ങോട്ട് തിരിക്കാൻ പറ്റുമോ? കുട്ടിന്റെ ചെവി ഇങ്ങോട്ട് പിടിച്ച് തിരിക്കാൻ പറ്റുമോ? അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാ ചെന്ന് നോക്കണ്ടേ? നിങ്ങൾ മിണ്ടണില്ല. നമ്മൾ നേരത്തെ എവിടെയാ ചെന്ന് നോക്കിയത്? ടാങ്കിലല്ലേ. ഇവിടെ എവിടെ ചെന്ന് നോക്കണം? ടാങ്കിൽ ചെന്ന് നോക്കണം. നോക്കണ്ടേ? കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിന്റെ ടാങ്ക് എവിടെയാണ്? ടാങ്ക് എവിടെയാണ്? വെള്ളം വരുന്നത് ടാങ്കിൽ നിന്നാണ്. കുട്ടിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടിന്റെ ടാങ്ക് എവിടെയാണ്? ആർക്കും അറിയില്ല. ഉമ്മയും ഉപ്പിയാണ് കുട്ടിന്റെ ടാങ്ക്. നമ്മൾ വെള്ളത്തിന്റെ പ്രശ്നം എവിടെ നിന്നാ വന്ന്? ടാങ്കിൽ നിന്നാണല്ലേ. വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെ ചെന്ന് നോക്കണം? ടാങ്കിൽ ചെന്ന് നോക്കണം. എന്നതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടിൻ്റെ അടുത്ത് ഒന്നും ചെയ്യരുത്, അതിനെ തൊടുകയോ ചെയ്യരുത്. നേരെ എവിടെ ചെന്ന് നോക്കണം? ടാങ്കിൽ ചെന്ന് നോക്കണം. ടാങ്ക് ആരാ? നമ്മളാണ് ടാങ്ക്. അപ്പൊ നമ്മളെ ശരിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താവും? ശരിയാവും. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യല്? പൈപ്പിന്റെ കാര്യത്തിൽ മാത്രം നമുക്കറിയാം പൈപ്പാണ് നന്നാക്കേണ്ടത്, ടാങ്കാണെന്ന്. എന്നാൽ കുട്ടിന്റെ കാര്യത്തിൽ നമുക്ക് അതറിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഏത് കുട്ടിയും, നിങ്ങളുടെ ഏത് കുട്ടിനെ വേണമെങ്കിലും ഏത് നല്ല സ്വഭാവം ഉണ്ടാക്കാനും അവൻ്റെ ചീത്ത സ്വഭാവത്തെ മാറ്റി നിർത്താനും ആ കുട്ടിനെ കാണേണ്ട ആവശ്യമില്ല എനിക്ക്. ആരെ കണ്ടാൽ മതി? നിങ്ങളെ കണ്ടാൽ മതി. നിങ്ങളെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ ആര് ശരിയാവും? കുട്ടി ശരിയാവും. അപ്പൊ നേരത്തെ പറഞ്ഞതിൽ കൈപോക്കിയാല് നല്ല കുട്ടികളുടെ ഉമ്മാര് കൈപോക്കാൻ പറഞ്ഞപ്പോ ആരാ പൊക്കേണ്ടത്? അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? നല്ല ഉമ്മാര് അല്ലേ? നല്ല കുട്ടി ഉണ്ടാകണമെങ്കിൽ ആര് വേണം? അല്ലേ? കുട്ടി മോശമാണെങ്കിൽ ആരാ മോശം? ഞാനാണ് മോശം അല്ലേ? നമ്മൾ മോശമായി കഴിഞ്ഞാൽ ഉണ്ടാകുക കുട്ടി മോശമായി. അപ്പൊ നമ്മൾ ശരിയാകുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമ്മാനെ ശരിയാക്കിയാൽ മതി, ഉമ്മ നല്ലതായി കഴിഞ്ഞാൽ കുട്ടി എന്താവും? നന്നാവും എന്ന് പറഞ്ഞത് ആ രീതിയിലാണ്. അപ്പൊ നമ്മളാണ് കുട്ടികളെ എന്താക്കേണ്ടത്? നല്ലതാണ്. ഉസ്താദ് സദർ ഉസ്താദ് ഓതിയില്ലേ, ആ കുട്ടി എല്ലാവരും നല്ല ശുദ്ധ പ്രകൃതിയിലാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പൊ അവരെ ഏത് വിഷയത്തിലേക്ക് തിരിക്കുന്നത് ആരാണ്? മാതാവാകുന്ന ഉമ്മയാകുന്ന നമ്മളാണ് പിതാവിന്റെ ഉത്തരവാദിത്തം. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ആ കുട്ടിനെ പരിപാലിക്കുന്നത് അതിനനുസരിച്ചാണ് ആ കുട്ടിയുടെ പ്രകൃതം വളർന്ന് വികസിക്കുന്നത് എന്നർത്ഥം. അപ്പൊ നമ്മുടെ കുട്ടിയെ നന്നായി വളർത്താനുള്ള കാര്യങ്ങൾ ആരറിഞ്ഞിരിക്കണം? നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പല തൊഴിലുകൾ ചെയ്യുന്നവരുണ്ടാകും, തൊഴിൽ കണ്ടവരുണ്ടാകും. ഒരു മുൻപരിചയം ആവശ്യമില്ല, ഒരു മുൻപരിചയത്തിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? നമ്മൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പണി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പറയും. നിങ്ങൾക്കൊക്കെ പറയാം. ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പണിയുണ്ടോ? ഭക്ഷണം കഴിക്കൽ ഇങ്ങനെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്നതല്ലേ അല്ലേ? കുട്ടി നേരെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഉമ്മ കുറേ കാലം അങ്ങനെ കഴിക്കാന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടല്ലേ കുട്ടി കഴിക്കാൻ തുടങ്ങിയത്? പറയും. ഏതെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ പറയുക. പഠിക്കാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പണി. ആരാണ് ആ പറഞ്ഞത്? ഉറക്കനെ പറയും. എന്താ പറഞ്ഞത്? എന്ത് പണിയാണ്? എന്തോ പറഞ്ഞു കേട്ടോ. എന്താണ് പറഞ്ഞല്ലോ? അതന്നെ എന്താ പറഞ്ഞല്ലോ? എന്താ പറഞ്ഞ? കേട്ടില്ലേ? എന്താ പറഞ്ഞ? മനസ്സിലായില്ല എനിക്ക്. കുഞ്ഞുങ്ങളെ നോക്കല. അതന്നെ ആയിരിക്കും. ആ പണിയാണ് നമ്മൾ ആകെ എടുക്കുന്നത് അല്ലേ? ഒരു മുൻപരിചയം ആവശ്യമില്ലാത്തൊരു പണിയാണ് കുട്ടിനെ നോക്കുന്നത്. ആ പണി മാത്രമേ നമ്മൾ എന്താകണുള്ളൂ? മുൻപരിചയം ഇല്ലാണ്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഹജ്ജിനെ പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ ഉംറനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉംറ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ്.
അതിന് പോകുകയാണെങ്കിൽ ഇവിടെ 4 ദിവസം ക്ലാസ് കൊടുത്തിട്ടാണ് എവിടേക്ക് പറഞ്ഞയക്കുക, ഉംറയ്ക്ക് പറഞ്ഞയക്കുക. ഹജ്ജിന് 3-4 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്, അതിനും കുറേ ക്ലാസ് കൊടുത്തിട്ടാണ് എവിടേക്ക് പറഞ്ഞയക്കുക, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞയക്കുക. എന്നാൽ ഉമ്മയാകുക എന്നുള്ള പണി എത്ര കൊല്ലമുള്ള പണിയാ അല്ലേ? നീണ്ട എത്രയോ വർഷം ചെയ്യേണ്ട പണിയാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടാ? പഠിക്കാണ്ട് ഒരു പണി ചെയ്താൽ അതിന് പ്രശ്നം പറ്റുമല്ലയോ? അല്ലേ? നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിച്ചാൽ എന്താ പറ്റുക? എന്ത് പറ്റും? അയാൾക്ക് മാത്രമല്ല പ്രശ്നം, നിരപരാധികളുടെ നെഞ്ചത്ത് കയറ്റും. അല്ലേ? ഏത് പണിയും അറിയാത്ത പണിക്ക് പോയാൽ അയാൾക്ക് മാത്രമല്ല അത് സമൂഹത്തിനും അത് വിപത്തുണ്ടാക്കി തീർക്കും. എന്നതുപോലെ നമ്മൾ ഉമ്മയാകുക വാപ്പിയാകുക എന്നുള്ള പണി നമ്മൾ പഠിക്കാതെ ആ പണിയെടുക്കുമ്പോൾ നമ്മുടെ പണിയിൽ എന്ത് പറ്റും? അപകടങ്ങൾ പറ്റും. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ വിഷയത്തിൽ നമുക്ക് പരിജ്ഞാനം വേണം. അല്ലേ? എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ടത്, കുഞ്ഞുണ്ടായത് മുതൽ എങ്ങനെയാണ് അവനെ പരിപാലിക്കേണ്ടത്, അതിനെ സംബന്ധിച്ചൊക്കെ വിശാലമായ അറിവാർക്കുണ്ടാകണം. ഒരു ഉമ്മയാകണ അറിവ് നമുക്കുണ്ടാകണം. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഉമ്മയാകുക നമ്മളൊന്നും പഠിക്കാതെ ചെയ്യുന്ന ഒരു പണിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഏതാ? ഈ പണിക്കാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഓരോ പ്രായത്തിലും ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, എങ്ങനെയാണ് ആ കുട്ടിയെ പരിപാലിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവാർക്ക് ലഭിക്കണം, കുട്ടിക്ക് ലഭിക്കണം, ഉമ്മാക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കുട്ടികൾക്ക് അവിടെ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ആ സന്തോഷം ജീവിതകാലം നിലനിൽക്കാൻ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മളിപ്പോൾ ട്രെയിനിങ് 10 വർഷമായി നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഉണ്ടാകണം, അതൊക്കെ ലഭിക്കാൻ നമ്മൾ കാരണമാകണം. ഒരു കല്യാണം കഴിഞ്ഞാൽ എത്ര മാസമാണ് സന്തോഷം ഉണ്ടാകുക? ആരും ഒന്നും മിണ്ടണില്ല. എത്ര മാസം ഉണ്ടാവും അല്ലേ? പറയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, എത്ര മാസം ഉണ്ടാകുമോ ദിവസം ഉണ്ടാകുമോ എന്നിങ്ങനെ നമ്മൾ ആലോചിക്കുകയാണ് അല്ലേ? അപ്പൊ അത് നമ്മൾക്ക് എത്ര വർഷമാണോ നമുക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളതായത്, അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ആദ്യ മാസങ്ങളിലും ആദ്യ ദിവസങ്ങളിലുള്ള ആ ഹൃദ്യമായ അനുഭവം തന്നെ നമ്മുടെ ജീവിതാന്ത്യം വരെ നമുക്ക് നിലനിൽക്കുന്നതാകണം. എങ്കിലെന്താകുള്ളൂ? നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാകുള്ളൂ. അതിന് വേണ്ടി എന്താണ്? അത് നമ്മുടെ വക്കൽ തന്നെ അതിനേക്കാൾ ചേരുവകളുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് ആസ്വാദ്യകരമാക്കാൻ എങ്ങനെയാണ് എന്നതൊക്കെയാണ് നമ്മൾ ആ ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ നല്ല ഉമ്മയാകുമ്പോൾ, ഉമ്മയായതിനു ശേഷം ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ മുമ്പ് തന്നെ ആ ഉമ്മാക്ക് വേണ്ട പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്കെങ്കിലും അത് കൊടുക്കാനൊക്കെ ഉണ്ടാകണം, നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന സമയത്ത് അതിൻ്റെ പരിചയങ്ങളും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ എന്താണ് അതിൻ്റെ പരിഹാരം? കുഞ്ഞിനെ വളർത്തുന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ അറിവും കാഴ്ചപ്പാടും നമുക്കുണ്ടാകണം. ഒരു കുട്ടി എത്ര പ്രാവശ്യം ജനിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? ഒരു കുട്ടിക്ക് എത്ര ജനനമുണ്ട്? നമുക്കൊരു ജന്മം പരിചയമുള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ 4 ജന്മം കുട്ടി ജനിക്കണം. 4 ജന്മം. ഒന്നാമത്തെ ജന്മം എന്ന് പറയുന്നത് നമ്മൾ ഗർഭം ധരിച്ച് 4-ാം മാസത്തിൽ ആ കുട്ടിക്ക് അല്ലാഹു തആല എന്തിനു കൊടുക്കും? റൂഹിനെ കൊടുക്കും, ജീവൻ വരും. അതോടുകൂടി ആ കുട്ടി നമ്മെ വായിക്കാൻ തുടങ്ങുന്നു, നമ്മെ അറിയാൻ തുടങ്ങുന്നു, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കുറിച്ച് തിരിച്ചറിയുന്നു. ആ കുട്ടി 1-ാമത്തെ ജന്മം അവിടെ സംഭവിക്കുന്നു. 2-ാമത്തെ ജന്മം നമ്മളൊക്കെ അറിയുന്നത് പോലെ ആശുപത്രിയിൽ നിന്ന് നമ്മൾ എന്താകുന്നു? 10-ാം മാസത്തില് നമ്മൾ പ്രസവിക്കുന്ന 2-ാമത്തെ ജനനം. 3-4 ജന്മം കൂടി കുട്ടിക്ക് ലഭിക്കുമ്പോഴേ ആ കുട്ടി പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ. ഏതൊക്കെയാണ് ആ 3-4 ജന്മങ്ങള്? 3-ാമത്തെ ജന്മം എന്ന് പറയുന്ന കുട്ടിക്ക് മാനസികമായ ജന്മം കുട്ടിക്ക് ലഭിക്കണം. നമ്മൾ വയറ്റിൽ കിടക്കുന്ന കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജനിച്ചാലേ ആ കുട്ടി എന്നതുപോലെ മാനസികമായ ജന്മം ആ കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ ആ കുട്ടി വളർന്ന് വലുതാകുന്ന സമയത്തോ വളർന്ന് വികസിക്കാനുള്ള വിശാലമായ സാധ്യതകൾ തുറന്നു കൊടുക്കപ്പെടുക ഈ 3-ാമത്തെ മാനസികമായ ജന്മം ഉണ്ടാകുമ്പോഴാണ്. എന്താ മാനസികമായ ജന്മം എന്ന് പറഞ്ഞാല്? നമ്മൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ ഇപ്പോൾ വന്നത് അല്ലേ? വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ് ഭക്ഷണം കഴിക്കണേ. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താവും? അസ്വസ്ഥതപ്പെടും അല്ലേ? ഒരു നേരം ആയിക്കഴിഞ്ഞാൽ, 2 നേരം ആയിക്കഴിഞ്ഞാൽ കൂടുതലാകും. തീരെ കിട്ടാതായി കഴിഞ്ഞാലോ നമ്മൾ വീണ്ടും ബുദ്ധിമുട്ടിലാകും. എന്നതുപോലെ നമ്മുടെ മനസ്സിനും ഭക്ഷണം അത്യാവശ്യമാണ്. ആ ഭക്ഷണം എന്താകണം?
നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എൻ്റെ കുട്ടിക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഭൗതിക സൗകര്യത്തിൽ കൊടുക്കുന്നതിനപ്പുറത്ത് മാനസികമായ ഭക്ഷണം കൂടി ആ കുട്ടിക്ക് ലഭിക്കണം. ഹൗലൈനി കാമിലൈനി നിങ്ങൾ എന്ത് കൊടുക്കണം? മുല കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? 2 വർഷക്കാലങ്ങൾ കുഞ്ഞിന് മുല കൊടുക്കണം. എന്തിനാ മുല കൊടുക്കുന്നത്? ആ മുലപ്പാലിൽ എന്തുണ്ട്? ഒരുപാട് അതില്ലാതെയും കുട്ടികൾ എന്തായിട്ടുണ്ട്? വളർന്നിട്ടുണ്ട്. മുലപ്പാലിലെ ആ പോഷകാഹാരങ്ങൾ മാത്രമല്ല കുഞ്ഞിൻ്റെ വേണ്ട, മറിച്ച് ആ 2 വർഷക്കാലം കുഞ്ഞിൻ ഉമ്മയുടെ കരവലയങ്ങളിൽ കടന്നുകൊണ്ട് ഉമ്മയുടെ തലോടലുകളും ചുംബനങ്ങളും വേണ്ട വിധം ഏൽക്കാനുള്ള ഒരു സവിശേഷമായ സാഹചര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കൽ കൂടിയാണ് ഇത് ഹൗലൈനി കാമിലൈനി. വെറുതെ പോഷകാഹാരത്തിന് മാത്രമാണെങ്കിൽ നമുക്ക് അതില്ലാതെയും അത് കിട്ടാതെ വളർന്ന കുട്ടികളും നല്ലപോലെ വളർന്നിട്ടുണ്ട്. മറിച്ച് ആ കുട്ടിക്ക് മാനസികമായ ജന്മം, അവൻ്റെ തലോടുകളും സ്നേഹങ്ങൾ മാനസികമായി കൊടുക്കാൻ കഴിയാവുന്നത്രയും 2 വർഷം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഓരോ വർഷത്തിലും പ്രാധാന്യമുണ്ട്. അവൻ്റെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും ഓരോന്നിലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ 2 വയസ്സുള്ള ഭക്ഷണം കൊടുക്കലല്ലോ നമ്മൾ 6 വയസ്സാവുമ്പോൾ. നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ 20 വയസ്സാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നുണ്ടല്ലോ. എന്നതുപോലെ ഈ കുട്ടിക്ക് മാനസികമായ സ്നേഹങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങളും വേണ്ട വിധം ആസ്വദിക്കാൻ എത്രത്തോളം നമ്മൾ അവനിക്ക് കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് ആര് വളരുന്നത്? കുട്ടി വളർന്ന് വികസിക്കുന്നത്. അതിൻ്റെ ശോഷണം എത്രത്തോളം സംഭവിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ കുട്ടി എന്തായി പോകും? ഡൗണായി പോകും. നമ്മുടെ കുട്ടി അങ്ങനെ ആ വളർച്ചയിലൊക്കെയും ആ പ്രതിഫലനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ആ കുട്ടിക്ക് മാനസികമായ ജന്മം നമ്മൾ കൊടുക്കണമെന്നുള്ളത് ആ ഓരോ സമയങ്ങളിൽ പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഇപ്പോഴും ആ സമയങ്ങളിലൊക്കെയും നമ്മൾ എന്താകണം? നമ്മൾ ഭൗതികമായ ഭക്ഷണം കൊടുക്കുന്നതിലപ്പുറത്ത് മാനസികമായ ഭക്ഷണങ്ങൾ ആ കുട്ടിക്ക് വേണ്ട രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ കർത്തവ്യം? ഒരു ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ കർത്തവ്യം എന്ന് പറയുന്നത്. അതിനൊരിക്കലും നമ്മൾ എന്താക്കരുത്? വീഴ്ച സംഭവിക്കരുത്. നമ്മൾ കുട്ടിനെ മുഖത്തേക്ക് ചവിട്ടുന്ന ഉമ്മമാരൊക്കെ ഒന്ന് കൈപൊക്കി. കുട്ടിനെ മുഖത്തേക്ക് ചവിട്ടുന്ന ഉമ്മമാര് ആരുമില്ല. എന്നാൽ മുഖത്തേക്കൊന്ന് ചവിട്ടി കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് കുട്ടിനെ ഇതാക്കി കഴിഞ്ഞാലും ശരിയാകും. എന്നാൽ നമ്മൾ ദിവസവും കുട്ടിനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ കുട്ടിനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്? നിങ്ങൾ മദ്രസയിൽ നിന്ന് നിങ്ങളുടെ കുട്ടി വന്നോ, ഉമ്മ എനിക്ക് 10ൽ 5 മാർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഒരു കുട്ടിയോടി വന്നാൽ നിങ്ങൾ ആ കുട്ടിയോട് എങ്ങനെയാണ് ആ കുട്ടിയെ കൈകാര്യം ചെയ്യുക? പറയും. 10ൽ 5 കിട്ടിയ കുട്ടിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുക? അതവിടെ എടുത്തു വെച്ചിട്ട് വാ, നമുക്ക് അവിടെ പോകാൻ സമയമായിട്ടുണ്ട്, സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട്, വണ്ടി അല്ലേ ആയില്ലേ? പിന്നെ എങ്ങനെയാ പറയാ? അടുത്ത പ്രാവശ്യം കൂടുതൽ വാങ്ങുവാൻ അടുത്ത 2ാമത്തെ ഉമ്മ അങ്ങനെ പ്രതികരിക്കാം. 3ാമത്തെ ഉമ്മ പറയും. പറയും. അങ്ങനെ മാർക്ക് പോരാ. 3ാമത്തെ ഉമ്മ മാർക്ക് പോരാ. പിന്നെ ഏതെങ്കിലും ഉമ്മാര് എൻ്റെ കുട്ടിക്ക് 5 മാർക്ക് കിട്ടിയല്ലോ എന്ന് അഭിനന്ദിക്കുന്ന ഏതെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കട്ടെ. അതാണ് അവിടെ ചെയ്യേണ്ടത്. കിട്ടിയ 5നെ നിങ്ങൾ അംഗീകരിക്കുക. ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു, നല്ല കുട്ടികളുടെ ഉമ്മാരൊക്കെ കൈപൊക്കാൻ. നമ്മളല്ലാതെ നാട്ടുകാരെങ്കിലും നമ്മളുടെ കുട്ടി നല്ല കുട്ടിയാണെന്ന് പറയും? നമ്മളെങ്കിലും എന്ത് പറയണം? നമ്മുടെ കുട്ടീനെ നല്ലത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് അപ്പുറത്ത് പറയാനുണ്ടാകുക അല്ലേ? അപ്പൊ കിട്ടിയതിനെ അംഗീകരിക്കാനുള്ള വിശാല മനസ്ഥിതി നമ്മൾ കാണിക്കണം. അതാ ഞാൻ പറഞ്ഞ ആ സമയത്ത് നമ്മൾ ഈ 5 കിട്ടാതെയുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ മുഖത്തേക്ക് കൊടുക്കുന്ന ചവിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ചവിട്ട് കൊടുത്തിയാലും കുട്ടീനോട് സോറി പറഞ്ഞാൽ ശരിയാകും. ഈ ചവിട്ട് കുട്ടിയുടെ മനസ്സിൽ മുറിവായി അത് അവശേഷിക്കുന്നു എന്നുള്ളത്. അതാണ് കുട്ടിക്കുള്ള മാനസികമായ ജന്മം എന്ന് പറയുന്നത്. കുട്ടിയെ ഏത് പ്രതിസന്ധിയിലും എന്താക്കാൻ കഴിയണം? കുട്ടിയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം അല്ലേ? നമ്മളൊരു 500 രൂപ നോട്ട് നമ്മൾ വഴിയിലോ ചളിയിലൊക്കെ കടന്നുപോയി നമ്മൾ എടുക്കോ? എന്താ എടുക്കാൻ കാരണം? അത് ചളിയായാലും മോശപ്പെട്ടതിൽ വീണാലും അതിന് മൂല്യമുണ്ട് എന്നുള്ളത് ആർക്ക് തിരിച്ചറിവുണ്ട്?
നമുക്ക് തിരിച്ചറിവുണ്ട് എന്നതുപോലെ അതിനേക്കാൾ മൂല്യമാണ് നമ്മുടെ മക്കൾക്ക് എന്നുള്ളത്. ഏതഴുക്കിൽപ്പെട്ടാലും ആ അഴുക്കിൽ നിന്ന് അവരെ എടുത്ത് ആ ചളി കഴുകി വൃത്തിയാക്കി അവർ നമ്മോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സിലേക്ക് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കർത്തവ്യം. അപ്പൊ ആ കുട്ടിക്ക് ആ മാനസികമായ ജന്മം എത്രത്തോളം അഗാധതയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം അഗാധതയിൽ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ള ഏത് രീതിയിൽ വികസിക്കാനും ഒക്കെ എന്താണ് വളരെ പര്യാപ്തമായ തരത്തിലേക്ക് ആ കുട്ടി വളരുമെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളിൽ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. എല്ലാവരും അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അതിന് മരുന്നുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. നിങ്ങൾ എഴുന്നേക്കണ്ട. എല്ലാവരും വലത് കൈയിന്റെ ചെറുവിരൽ ഇങ്ങനെ ഉയർത്തുക. എന്നിട്ട് എല്ലാവരുടെ ചെവിയിലൊന്നും ഇങ്ങനെ തൊടുക. തൊട്ടില്ലേ? ഇരിക്കെ. ഏതാ ചെറുവിരല്? ആ വിരല ഉയർത്തിയത്? ചെറുവിരലറിയാത്തവരൊക്കെ ഒന്ന് പറഞ്ഞാണ്. ഈ കാലം വരെയായിട്ടും ചെറുവിരലറിയാത്തവര്, ചെവി അറിയാത്തവരും ഇത് നിർത്തിയാൽ മതി. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ ഒരു സമസ്തന്റെ ഒരു മുദരിബായ ഒരാൾ ഉസ്താദൊക്കെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ്. അയാളുടെ അടുക്കലാണ് നമ്മൾ ഇരിക്കുന്നത്. അയാൾ പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കുന്നുണ്ടാ? പിന്നെ എപ്പോഴും കാണുന്ന നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുട്ടി എങ്ങനെ അനുസരിക്കും? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ പറയുന്നതൊന്നും കുട്ടിയാണെങ്കിലും നമ്മളാണെങ്കിലും ചെയ്യില്ല. മറിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ആര് ചെയ്യുള്ളൂ? കുട്ടി ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറുവരിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. ചെവി ആർക്കും സംശയമില്ല. പിന്നെന്തുകൊണ്ടാ? ഉസ്താദ് ഇങ്ങനെ കാട്ടണുണ്ട്, അപ്പൊ നമ്മളും അത് കാട്ടി. അല്ല, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ ഇതാണ് നമ്മുടെ ശ്രദ്ധിച്ചവരുണ്ടാകുമോ? ആ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് അതാണ്. അന്നതുപോലെ നമ്മളൊക്കെയും ചെയ്യുന്ന കാര്യങ്ങളിലെ പറയുന്ന ഒരു കാര്യം ആര് കേൾക്കുന്നില്ല? കുട്ടി കേൾക്കുന്നില്ല. മറിച്ച് എന്തേ കേൾക്കുന്നുള്ളൂ? കുട്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഉമ്മ എന്താണ് ചെയ്യുന്നത്, വാപ്പി എന്താണ് ചെയ്യുന്നത്, വീട്ടിലെന്താണ് ചെയ്യുന്നത്, സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത്, അല്ലാതെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടാ? ഇല്ല. അവനോട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും വലുതായ നമ്മൾ പോലും ഈ വലിയ സദസ്സിൽ പോലും കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പിന്നെയോ? അപ്പൊ നമ്മൾ പറയുന്നതിനപ്പുറത്ത് ചെയ്യുന്നത് എന്താണ് എന്ന് മാത്രമേ കുട്ടി കേൾക്കുന്നുള്ളൂ. ആ രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ആ രൂപത്തിലേക്ക് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതിലേക്ക് അടുപ്പിക്കാനാണ് എന്താകേണ്ടത്? നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. കുട്ടികളെ നല്ല ചെയ്യാൻ ഉപദേശിക്കാറുണ്ടോ? നമ്മൾ അനുസരണക്കേട് എത്ര വയസ്സാകുമ്പോഴാണ് കൂടുതലായി കുട്ടികൾ കാണിക്കാം? എത്ര വയസ്സാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നക്കാരാകുക? 13 വയസ്സ് മുതൽ തുടങ്ങും അല്ലേ? 10 വയസ്സും 13 വയസ്സാകുമ്പോഴാണ് കൂടുതൽ പ്രശ്നക്കാരെ നമ്മുടെ പിടുത്തത്തില് കിട്ടാതാകുന്നത് അല്ലേ? കൗമാരക്കാരാവുമ്പോഴാണ് കുട്ടി. കൗമാരക്കാർക്കൊരു പ്രശ്നമുണ്ട്. എന്താ കൗമാരക്കാര്? കൗമാരക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഉമ്മാനെ പോലെ തന്നെ ഞാനും എന്തായിട്ടുണ്ട്, വലിപ്പം വെച്ചിട്ടുണ്ട് എന്ന തോന്നല്. വാപ്പാനെ പോലെ തന്നെ മീശ വരാൻ എനിക്കും തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്ന ഘട്ടമാണ് ഏത്? കൗമാരത്തിന്റെ ഘട്ടം. ആ തോന്നൽ മാത്രമല്ല ഉണ്ടാകുക. അപ്പൊ എന്താ സംഭവിക്കുക? ഞാനും വലുതായിട്ടുണ്ട്. വലുതായാൽ എന്താ പ്രശ്നം? നിങ്ങൾ ആ ചെറുപ്പത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് എന്താകരുത്, എന്നോടിനി പറയരുത് എന്നവര് നമ്മോട് പറയാതെ പറയുന്നുണ്ട്. ഞാനും അപ്പൊ ആ കുട്ടിയെ ആ വലിയ ആളാണ് എന്നുള്ള രീതിയിലേക്കുള്ള റെസ്പെക്റ്റ് ആരും കൊടുക്കണം? നമ്മളും കൊടുക്കണം. നിങ്ങളുടെ വീട്ടില് മാങ്ങ ഉണ്ട് അല്ലേ? മാവ് മരമുണ്ട്. അപ്പൊ നിങ്ങൾ മാങ്ങ പറിക്കാൻ ഒരു വടിന്റെ തോട്ടി നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങ പറിക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് മാങ്ങ പറിക്കാണ്ട് അതിന്റെ അടുത്ത് പിന്നെ തെങ്ങും വന്നു, തേങ്ങ ഉണ്ടാകാൻ തുടങ്ങി. ഈ തോട്ടി കൊണ്ടുപോയി തേങ്ങ പറിച്ചങ്ങൾക്ക് കിട്ടുമോ? എന്താ കാരണം? മാങ്ങ കിട്ടിയല്ല, എന്താ തേങ്ങ കിട്ടാത്ത? എന്ത് സംഭവിക്കും? ഒന്നും ഉണ്ടെന്നില്ല. എന്ത് സംഭവിക്കും? ഈ തോട്ടി കൊണ്ട് തേങ്ങ പറിച്ച കിട്ടുമോ? എന്താ കിട്ടാത്ത?
മാങ്ങ പറിക്കുന്ന തോട്ടിയായിട്ട് ഈ മരത്തിന്റെ തോട്ടിയായിട്ട് ഏത് പറിക്കാൻ പറ്റില്ല? തേങ്ങ. എന്തുകൊണ്ടാ? തോട്ടി പൊട്ടിപ്പോകും അല്ലേ? അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? തെങ്ങിനോടും തേങ്ങനോടും കുറച്ച് ദേഷ്യപ്പെട്ടാൽ തീരുമാനമാകുമോ? പിന്നെന്ത് ചെയ്യണം? തെങ്ങ് മുറിക്കണം എന്ന് ആരോ അങ്ങനെ പറഞ്ഞു. എന്താണ്? തോട്ടി മാറ്റണം. ഇതാണ് കൗമാരക്കാരാവുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ പഴയ തോട്ടി കൊണ്ട് തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഇതാക്കി വരട്ടിയ ആ തോട്ടി കൊണ്ട് തന്നെ കൗമാരക്കാരി എന്താക്കരുത്? വലിക്കാൻ ശ്രമിക്കരുത്. അപ്പൊ തോട്ടി പൊട്ടും. നമ്മൾ പ്രകോപിതരായിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ തോട്ടി മാറ്റുക എന്നുള്ളതാണ് ബുദ്ധിപരമായി നമ്മൾ ഉപയോഗിക്കുക. എന്നതുപോലെ കൗമാരക്കാരോട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താകണം? നിർത്തണം. അതോട് ഉപദേശം നിർത്തുന്നതോടുകൂടി അവരെന്താവും? പകുതി നന്നാകും. നിങ്ങൾ കൗമാരക്കാരോടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, കൗമാരക്കാരും അല്ലാത്തവരോടൊക്കെ നിങ്ങൾ ദിവസം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടിയെ ഒന്ന് സ്നേഹത്തോടെ എല്ലാ ദിവസവും അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കണം. എങ്ങനെ നോക്കണം? സ്നേഹത്തോടെ നോക്കണം. അവനൊന്ന് ചേർത്ത് പിടിക്കണം. അവൻ്റെ തലയിലോ മൂർധാവിലോ ഒരു ഉമ്മയൊക്കെ കൊടുക്കണം. അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും സ്കൂൾ വിട്ട് വന്നാലോ മദ്രസ വിട്ട് വന്നാലോ ഈ കാര്യം ഒന്ന് നിത്യവും നമ്മളൊന്ന് ചെയ്യണം. ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ കുട്ടി അനുസരണക്കേട് ഉണ്ട് എന്ന് ഒരിക്കലും പറയരുത്. ഒരു ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം ഈ കാര്യം ചെയ്യാൻ? ഈ കാര്യം ചെയ്യാൻ എത്ര മണിക്കൂർ വേണം? 1.5 മണിക്കൂറാ? എത്ര മണിക്കൂർ വേണം പറയും അല്ലേ? ഒരു കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാവുന്നൊരു കാര്യം. ഇത് നമ്മുടെ കുട്ടിയോട് ദിവസവും നമ്മൾ ചെയ്യണം. ഇത് ഈ കുട്ടി അനുസരണ ഉണ്ടാകാനോ കുട്ടി നല്ല കുട്ടിയാകാനോ കുട്ടി അങ്ങനെ ആകാൻ ഈ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി നന്നാകില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇങ്ങോട്ടൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കുട്ടിയെ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കണം. ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആയിക്കഴിഞ്ഞാൽ അങ്ങാടിച്ച് നിങ്ങൾ പൈസ കൊടുത്ത് എന്ത് സാധനം വാങ്ങുന്നത് പോലെ കിട്ടുള്ളൂ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് പകരം എന്താവും? ഇങ്ങോട്ട് മൂല്യം കിട്ടും. മറിച്ച് നമ്മൾ ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ ആ കുട്ടിയോട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്ന ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ആ കുഞ്ഞിനെ സ്നേഹിക്കാന്നുള്ള നമ്മുടെ കടമ ആ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടിക്ക് എന്താവും? അതാണ് ഞാൻ പറഞ്ഞ മാനസികമായ ജന്മം എന്ന് പറഞ്ഞത്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഓരോ ഘട്ടങ്ങളിലുണ്ട് ആ കൊടുക്കുന്നതിൻ്റെ തോതൊന്നും അതിനനുസരിച്ച് ഇതാക്കണം. എൻ്റെ വീട് പാലക്കാട് നെന്മാറയാണ്. അവിടെയൊക്കെ കൂടുതലായി എന്താ ഉള്ളത്? നെൽകൃഷിയാണ് കൂടുതലുള്ളത്. അത് ചില സമയങ്ങളിൽ ആ നെൽകൃഷിയിലേക്ക് രാത്രി ആ കൃഷിക്കാർ ഉറങ്ങില്ല. അവർ പാടത്തേക്ക് അർദ്ധരാത്രി വന്ന് നോക്കും. അവിടെ വന്ന് നോക്കി കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകും. വീട്ടിൽ പോയി ഉറങ്ങില്ല, വീണ്ടും ഉറങ്ങില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? വീണ്ടും വരും. എന്തിനാ അവരിങ്ങനെ വരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ അറിയാം. നിങ്ങളുടെ അവിടെ ആൾക്കാർ വന്ന് നോക്കണേ. അല്ല നിങ്ങൾ പറയണേ എന്തിനാ വരുന്നത്? നിങ്ങൾക്കത് പരിചയമില്ലാത്തതുകൊണ്ട് അറിയില്ല അല്ലെ? ആ സമയത്ത് ഒരു ഘട്ടത്തില് ഡാമിൽ നിന്ന് വെള്ളം കനാല് വഴി വന്ന് ആ കനാലിൽ നിന്ന് പാടത്തേക്ക് വെള്ളം വിടും. ആ സമയത്ത് വെള്ളം ആ പാടത്തുണ്ടാകണം, നിൽക്കണം. ആ വെള്ളം തൻ്റെ പാടത്ത് ആവശ്യത്തിന് കെട്ടി നിർത്താനാണ് ഇയാൾ വരുന്നത്. അത് കഴിഞ്ഞ് അയാൾ പോയിട്ട് വീണ്ടും മടങ്ങി വരുന്ന എന്തിനാ? കുറച്ച് അയാൾക്ക് ഉറക്കം വരുന്നില്ല, വീണ്ടും വരുന്ന എന്തിനാ? ഇതാരെങ്കിലും അടുത്ത പാടത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ടാവും. അപ്പൊ തൻ്റെ പാടത്ത് വെള്ളം ഉണ്ടാകില്ല. അത് ആരെങ്കിലും തുറന്നു വിട്ടിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വീണ്ടും എന്താവും? വീണ്ടും വരും. എന്താണ്? ആ സമയത്ത് ആ പാടത്ത് അത്ര വെള്ളം നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ കൃഷി കൊണ്ട് യാതൊരു ഉപകാരമില്ല. എന്നതുപോലെ നമ്മുടെ കുഞ്ഞിനെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അതാത് സമയങ്ങളിൽ അത് വേണ്ട തോതിൽ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുണ്ടാകുന്നത് ആ തരത്തിലുള്ള ഉപകാരം നമുക്ക് ലഭിക്കുകയും സിദ്ധിക്കുകയും ചെയ്യുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് കൊടുക്കാൻ കഴിയുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. ആ ഹോട്ടലിന്റെ മുൻവശത്ത് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വേസ്റ്റ് ഭക്ഷണത്തിന്റെ വേസ്റ്റൊക്കെ ഇട്ട ബോക്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ ആ വേസ്റ്റ് ബോക്സിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക?
വേസ്റ്റിൽ നിന്ന് ആളിങ്ങനെ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കണ്ടാൽ എന്താ തോന്നുക? നിങ്ങൾക്കൊന്നും തോന്നില്ല, അങ്ങനെ കണ്ടിട്ട് പോരുന്ന പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? വിഷമം തോന്നും. പിന്നെ എല്ലാവരും വിഷമത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കും. നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കും, മാഷാ അല്ലാഹ്, ആ കാഴ്ചപ്പാടുള്ളവരുണ്ട്. പിന്നെ അയാൾ ആ വേസ്റ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് തിന്നുന്നതിന് പകരം ആ ഹോട്ടലിൽ ചെന്ന് അയാൾ തിന്നൂടെ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കോ? അങ്ങനെ ആർക്കെങ്കിലും ആലോചന പോകുമോ? എന്തുകൊണ്ടാ പോകാത്ത? ആള് വേസ്റ്റിൽ നിന്ന് തിന്നാതെ ഹോട്ടലിൽ പോയി തിന്നൂടെ എന്നും തങ്ങൾക്ക് തോന്നാത്ത? പറയാം, അതിനെന്താണ്? അങ്ങനെ ഒരു ചിന്ത നമുക്കാർക്കും പോകുന്നില്ല. എന്തുകൊണ്ട്? അയാൾ അങ്ങനെ ഒരു പോകാൻ തക്ക പ്രാവീണ്യമുള്ള കഴിവുള്ള ആളാണെങ്കിൽ അയാൾ എന്താകില്ല? വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്ത് തിന്നില്ല. അതുകൊണ്ട് അയാളെ ഈ മനുഷ്യൻ എത്ര മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടോ? എന്താ? ഇല്ല, അതുമില്ല. നമുക്കെന്താ അതുകൊണ്ട് തോന്നാത്തത്? അയാളുടെ ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ അയാളുടെ വിശപ്പിന്റെ കാഠിന്യമാണ് അയാളെ ഈ മോശപ്പെട്ട ഭക്ഷണം തിന്നാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ മാനസികമായ ജന്മം വേണ്ട തരത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങാടികളിൽ നിന്ന് അത് കൊടുക്കാൻ പല ആളുകളുണ്ടാകുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ആ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഒപ്പം പോയാൽ ആ കുട്ടിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അവനിക്ക് ആ സൗകര്യം ഞാൻ ചെയ്തതാണ്, ഈ സൗകര്യം ചെയ്തു കൊടുത്താണ് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എന്തുകൊണ്ടാണ്? ആ കുട്ടി അത്രയും വിശപ്പിൽപ്പെട്ടിരിക്കുകയാണ്. കാരണം മാനസികമായി കുട്ടിക്ക് കിട്ടാനുള്ള കിട്ടാതാകുമ്പോൾ ഏത് മ്ലേച്ഛമായതിൽ നിന്നും തിന്നുന്നതിനെ തൊട്ട് ആ കുട്ടി എന്താകില്ല? അത് പിന്തിരിപ്പിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് കുട്ടി എത്തിച്ചേരുക. അപ്പൊ നമ്മൾ അങ്ങാടികളിൽ നിന്ന് അത്ര മോശപ്പെട്ടത് വാരി തിന്നാതെ നോക്കുന്നതിന് നമ്മൾ എന്താകണം? ആ ഭക്ഷണം നല്ല രൂപത്തിൽ നമ്മുടെ പക്കൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ആ കുട്ടിയെ മാനസികമായി ഉയർത്തിക്കൊണ്ടുവരിക. ആ മാനസികമായ ജന്മം കുട്ടിക്ക് ആവോളം കൊടുക്കുക എന്നതാണ് ആര് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ദൗത്യം എന്ന് പറയും. തോമസ് ആൽവ എഡിസനെ ഇതിലാർക്കെങ്കിലും പരിചയമുണ്ടോ? കേട്ട് പരിചയമുള്ള ആൾക്കാരുണ്ടോ? കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കൈപോക്കിയാണെങ്കിൽ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ തോമസ് ആൽവയോ കൈതാത്തിക്കും. ഒരുപാട് ആളുകൾ തോമസ് ആൽവ എഡിസനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. 1845 തോമസ് ആൽവ എഡിസൺ 150 വർഷങ്ങൾ പുറത്ത് കഴിയുമ്പോഴും നമ്മളിൽ പല ആളുകൾക്കും തോമസ് ആൽവ എഡിസൺ എന്താകുന്നുണ്ട്? പരിചയമുണ്ട്. എന്തുകൊണ്ടാണ് പരിചയപ്പെട്ടത്? നമ്മള് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആളുടെ അമ്മയാണ് ഈ 150 വർഷം കഴിഞ്ഞിട്ടും അയാളെ നമുക്ക് സുപരിചിതനാക്കി തന്നത്. അയാളുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് അമ്മ പറഞ്ഞയച്ചു. സ്കൂളിൽ കേവലം 12 ആഴ്ചകൾ മാത്രം പോയ തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ ഒരു ദിവസം ടീച്ചർ ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തോമസ് ആൽവ എഡിസനോട് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് തൻ്റെ കത്ത് തോമസ് ആൽവ എഡിസൺ കൊണ്ടു കൊടുത്തു. ആ കത്ത് വായിച്ച തോമസ് ആൽവ എഡിസന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീണു. ആ അമ്മയുടെ മുഖം വിവർണമായി. താൻ കൊടുത്ത കത്ത് വായിച്ച് തൻ്റെ അമ്മയ്ക്ക് മനംമാറ്റം വന്ന് അമ്മ പരിവർത്തനപ്പെടുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് ആ ചെറുവയസ്സുകാരനായ തോമസ് ആൽവ എഡിസൺ അമ്മയോട് ചോദിച്ചു, എന്തു പറ്റി അമ്മേ, എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്? തൻ്റെ ആ വിവർണമായ മുഖത്തിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ തുടച്ച് തൻ്റെ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ തോമസ് ആൽവ എഡിസന്റെ അമ്മ തൻ്റെ കത്ത് തൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ മകൻ വളരെ അപാരജ്ഞാനമുള്ള ബുദ്ധിശാലിയുള്ള കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാൻ മാത്രം സൗകര്യങ്ങളും അവനെ പഠിപ്പിക്കാൻ മാത്രം ഉതകുന്ന ഉന്നതരായ അധ്യാപകരും നമ്മുടെ സ്കൂളിലില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ ഇന്നു മുതൽ നിങ്ങൾ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കണം എന്നതാണ് ആ കത്തിലെ വാചകം തോമസ് ആൽവ എഡിസന്റെ അമ്മ വായിക്കുന്നത്. അങ്ങനെ ആ തോമസ് ആൽവ എഡിസനെ പിന്നെ തൻ്റെ അമ്മയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ അമ്മയിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട ആ കുട്ടി പഠിച്ചു വളർന്ന് ഇന്ന് 150 വർഷം കഴിയുമ്പോഴും നമുക്കൊക്കെയും സുപരിചിതമാകുന്ന തരത്തിൽ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളുടെ ശ്രേണിയിലേക്ക് ഉയർന്ന തരത്തിലേക്ക് ആ തോമസ് ആൽവ എഡിസൺ വളർന്നു വികസിച്ചു.
അങ്ങനെ തൻ്റെ വളർന്നു വികസിക്കുമ്പോൾ 35-ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മ തന്നിൽ നിന്ന് അകന്ന് വിട പറഞ്ഞുപോയി. അങ്ങനെ താൻ ഇങ്ങനെ ഉന്നതങ്ങളിലേക്ക് എത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം തൻ്റെ പഴയ അലമാറ ഇങ്ങനെ തുറന്നു നോക്കുന്നതിൻ്റെ അടിയിൽ തനിക്കൊരു കത്ത് കിട്ടി. ആ കത്ത് തൻ്റെ ഗതകാല ജീവിതത്തിന്റെ ചെറുപ്പത്ത് തൻ്റെ ടീച്ചർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കത്താണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് തോമസ് ആൽവാ എഡിസൺ ആ കത്ത് നോക്കി തോമസ് ആൽവാ എഡിസൺ വായിച്ചു. നിങ്ങളുടെ കുട്ടി ഒരു മനോരോഗിയായ കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാൻ ഈ ഉന്നതമായ സ്കൂളിൽ സൗകര്യമില്ല. ആയതുകൊണ്ട് നാളെ മുതൽ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല എന്നതാണ് ആ കത്തിലെ വാചകങ്ങൾ. പക്ഷെ തൻ്റെ അമ്മയുടെ ആ ഒരു വാചകം ആ കുട്ടിയെ ഇത്രയും ഉന്നതമായ വിധാനത്തിലേക്ക് നയിച്ചത് കേവലം ഒരു അമ്മയുടെ വാക്കുകൾക്കപ്പുറത്തു നിന്നാണ്. തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനിലേക്ക് ലോകം അറിയപ്പെടുന്ന എത്ര നൂറ്റാണ്ട് കഴിയുമ്പോഴും അയാളെ ആളുകൾ തിരിച്ചറിയുന്ന തരത്തിലേക്ക് പരിവർത്തനപ്പെടാൻ കാരണമായത് കേവലം ഒരു അമ്മയുടെ വാചകങ്ങളായിരുന്നു എന്നുള്ള തിരിച്ചറിവാർക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. നമ്മൾ ഭൗതിക സൗകര്യം എത്രമാത്രം കൊടുക്കുന്നതിനപ്പുറത്തും ഒരു ഉമ്മയുടെ ഒരു വാചകം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് വളരാനും വികസിക്കാനും ഉതകുന്ന ഉന്നതമായ വിധാനത്തിലേക്ക് എത്തിക്കുന്നതാണ്. APJ അബ്ദുൽ കലാമിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. APJ അബ്ദുൽ കലാം ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റായി കടന്നുപോയ മഹാമനുഷ്യനാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം തൻ്റെ ഉമ്മയുടെ സ്നേഹത്തിനെ സംബന്ധിച്ച് തൻ്റെ ഇംഗ്ലീഷിലുള്ള കവിതയിൽ ഇങ്ങനെ വാചാലമാകുന്നുണ്ട്. തൻ്റെ ഉമ്മയുടെ ഒരു ദിവസം തൻ്റെ സഹോദരന്മാർക്ക് പോലും അസൂയപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ ഞാൻ കിടക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ ഞാൻ കിടക്കുന്നതിന് ഇടയിൽ ഒരു അർദ്ധരാത്രി എൻ്റെ കാലിൽ വീണ കണ്ണുനീർത്തുള്ളികൾ നനഞ്ഞുകൊണ്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഞാൻ ഞെട്ടി എഴുന്നേൽത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികളും എൻ്റെ കാലിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മയുമാണ് ഞാൻ കാണുന്നത്. ആ ഉമ്മ അങ്ങനെ തടവിത്തരാനും ആ ഉമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ ഉറ്റിറ്റ് വീഴാനും കാരണം പുലർച്ചെ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. സ്വാമിയാരുടെ സൗജന്യ ട്യൂഷന് പോകുന്നതിന് വേണ്ടി പുലർച്ചെ 4 മണിക്ക് തന്നെ ഞാൻ എഴുന്നേൽക്കും. കുളിക്കാത്തവരെ ക്ലാസ്സിൽ കയറ്റാത്തത് കൊണ്ട് തന്നെ എന്നെ കുളിപ്പിച്ചൊരുക്കുന്നതിന് വേണ്ടി അതിലും നേരത്തെ എൻ്റെ ഉമ്മ എഴുന്നേൽക്കും. അങ്ങനെ ഞാൻ സ്വാമിയാരുടെ വീട്ടിൽ 4 മണിക്ക് ട്യൂഷന് പോയി 5:30 മണിക്ക് ഞാൻ തിരിച്ചു വരുന്നതും കാത്ത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാകും. സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് എന്നെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി മദ്രസയിൽ കൊണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ പിതാവ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ പിതാവിൻ്റെയോടൊപ്പം ഞാൻ അങ്ങനെ മദ്രസയിലേക്ക് പോകും. ആ മദ്രസ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന തീവണ്ടിയിൽ നിന്ന് എറിഞ്ഞു തരുന്ന പത്രക്കെട്ടുകൾ ശേഖരിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യാൻ ഞാൻ പോകും. അങ്ങനെ അതും കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആ പത്രം കൊടുത്തതിൻ്റെ പൈസ പിരിക്കാൻ വേണ്ടി വീണ്ടും പോകും. അങ്ങനെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ആ സന്ധ്യ മയങ്ങും വരേക്കും ആ 10 വയസ്സുകാരൻ ഓടിത്തളരുന്നത് കണ്ടുകൊണ്ടാണ് ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ആ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത് എന്ന് ആ അബ്ദുൽ കലാം ഓർക്കുന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് ഞങ്ങളുടെ ആ ഗ്രാമവും വിട്ടുനിന്നില്ല. ദാരിദ്ര്യത്തിലും കെടുതിയിലും അകപ്പെട്ട ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊക്കെയും ഓരോ ചപ്പാത്തിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ ഉമ്മ 2 ചപ്പാത്തി 1 ചപ്പാത്തി കൂടുതൽ തരുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നോട് പറഞ്ഞു, നിനക്കധികമായി തരുന്നൊരു ചപ്പാത്തി നമ്മുടെ ഉമ്മയുടെ വിഹിതമാണ്, അവരെ നീ പട്ടിണിക്കിടല്ലേ എന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ആ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ആ ഉമ്മയുടെ ആ കരച്ചിലുകളും ആ തലോടലുകളുമാണ് ഈ കേവലം ഒരു കടലിൻ്റെ അറ്റത്ത് നിന്ന് ആകാശ ലോകത്തോളം വിശാലമായി പറന്നു പോകാനുള്ള മിസൈൽമാനായി ലോകത്തറിയപ്പെടുന്ന തരത്തിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ ഉമ്മയുടെ ഒരിറ്റ് കണ്ണുനീർത്തുള്ളികളാണ്. അപ്പോൾ പുലർച്ചെയാകുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽറ്റ് മറ്റേ പുലർച്ചെയാകുന്നത് വരെ ഉറങ്ങാതിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുടെ സ്വപ്നങ്ങളാണ്
പല ആളുകളെയും ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുന്നത്, ആ ഉമ്മയെ ഓർക്കാൻ, ആ നിസ്കാരപ്പായിലിരിക്കുന്ന ആ ഉമ്മയെ കാണുമ്പോൾ എനിക്ക് മാലാഖയാണെന്നാണ് തോന്നാറുള്ളത്. എനിക്ക് അവരെ കുറിച്ച് എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ചിത്രവും അവരാ നിസ്കാരപ്പായിലിരിക്കുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞ്, അവരാണ് എൻ്റെ ജീവിതത്തിലെ പ്രശോഭിതമായ ആ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത് എന്ന് അഭിമാനബോധത്തോടെ APJ അബ്ദുൽ കലാമിന് പറയാൻ കഴിഞ്ഞത് തൻ്റെ ഉമ്മ തനിക്ക് നൽകിയതായ നിർലോഭമായ സ്നേഹത്തിൻ്റെ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയെ മാനസികമായി എത്രത്തോളം പരിവർത്തനപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ആ കുട്ടി വളർന്നു വികസിക്കുന്നതിന് ഒരു പരിധികളുമില്ലാതെ പറക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അതൊന്നും കൊടുക്കാതെ കേവലം ആ കുട്ടി വളർന്ന് വികസിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവന് 8 പൊട്ടും അവന് ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോഴേക്ക് അക്ഷരങ്ങളെ അവൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവനെ എന്തെല്ലാമോ ആക്കാനുള്ള വ്യഗ്രതയിലേക്ക് നമ്മൾ ചുരുങ്ങുന്നതാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെയും പ്രശ്നങ്ങൾ. നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് പഠിക്കാനുള്ള അനന്തമായൊരു സാധ്യതകളെയും ആ കഴിവിനെയും ആ കുട്ടികളിലേക്ക് വളർത്തിക്കൊടുക്കുക എന്നതാണ് ഒരു ഉമ്മയും ഒരു രക്ഷിതാവൊക്കെ ചെയ്യേണ്ടത് എന്ന ആ മാനസികമായ ജന്മം നമ്മുടെ കുട്ടിക്ക് എത്ര വലിയ തോതിൽ ഇന്നും ഇന്നലെയും എന്നും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ വളർന്നു വികസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് നമ്മൾ മാനസികമായ ജന്മം എപ്പോഴും കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. ഈ തോമസ് ആൽവ എഡിസന്റെ കാര്യവും അതുപോലെ തന്നെ APJ കലാമിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ സമയത്ത് തന്നെ കോഴിക്കോടിലെ ആസിം വെളിമണ്ണ എന്ന് പറയുന്ന കുട്ടിയെ കേട്ടവരാരെങ്കിലും ഉണ്ടോ? ആസിം വെളിമണ്ണ കേട്ടവരുണ്ട് അല്ലേ? കോഴിക്കോട്ടിലെ 17 വയസ്സുകാരനാണ്, +2 വിദ്യാർത്ഥിയാണ് ആസിം വെളിമണ്ണ. ജനിക്കുന്ന സമയത്ത് ആ സ്കാനിങ് നടത്തിക്കൊണ്ട് ആ ഉമ്മയോട് ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് 90% വൈകല്യമാണ്, ഈ കുട്ടിയെ നിങ്ങൾ പ്രസവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മയോട് ഡോക്ടർമാർ ഉപദേശിച്ചതെങ്കിലും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ കുരുന്നിനെ ഒഴിവാക്കാൻ ആ ഉമ്മ തയ്യാറായില്ല എന്ന്. കൈയില്ലാതെയും കാലില്ലാതെയും അങ്ങനെ മറ്റുള്ള അനേകം വൈകല്യങ്ങളെ കൊണ്ടുണ്ടായ ആസിം വെളിമണ്ണ എന്ന് പറയുന്ന കുട്ടി 10 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 2 മാസം മുമ്പ് കേരളത്തിന് വേണ്ടി 3 സ്വർണ്ണ മെഡൽ നീന്തലിൽ കയ്യും കാലുമില്ലാത്ത ആസിം വെളിമണ്ണ ഗോവയിൽ പോയി സമ്പാദിച്ചു. ആ ഉമ്മാക്കും ഉപ്പാക്കും ലോകത്തിന്റെ വിഹായസിലേക്ക് പല രാജ്യങ്ങളിലേക്കും പറന്നു പോകാൻ അവസരമുണ്ടായത് താൻ ബലിയർപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ കുരുന്നിനെ ആ സമയത്ത് കുരുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിനു മനസ്സില്ലാതെ എത്ര വൈകല്യമുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ചേർത്തു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പര്യായമായിരുന്നു ആസിം വെളിമണ്ണ എന്ന് പറയുന്ന കുട്ടിയെ വളർത്താൻ കാണിച്ചതായ ആ ഉമ്മയുടെ മനോധൈര്യത്തിന്റെ പേരാണ് ഇന്ന് ആസിം വെളിമണ്ണ എന്ന് പറഞ്ഞ് ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടികളിലേക്ക്, ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന 500ഓളം കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികയിൽ 3ാമത്തെ കുട്ടിയുടെ പട്ടികയിലേക്ക് വരെ ഉയർന്നാൻ കാരണമായത് ആ ഉമ്മയുടെ ഒരൊറ്റ തീരുമാനമായിരുന്നു. ആ സമയത്തെങ്ങാനും ഉമ്മ തൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ആ ഉമ്മയെയും വാപ്പയെയും പുറലോകം അറിയുമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ഏത് പ്രതിസന്ധിയിലും കരുത്താകാനുള്ള ആർജവം തൻ്റെ ഇടം എവിടെയാണോ നാം പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഓരോ ഉമ്മമാരിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ചേർത്ത് വായിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് തിരിച്ചറിവിന്റെ പാതയങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നുകൊണ്ട് നമ്മുടെ കുട്ടി ആ രീതിയിലേക്ക് സ്നേഹലാളനയോടുകൂടെ വളർത്താൻ, സ്നേഹത്തിന്റെ കൈക്കുമ്പിളിലിട്ട് അവനെ താലോലിക്കാൻ, നമ്മുടെ കുട്ടിയെ നാം സ്നേഹിക്കുന്നത് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ ആ തരത്തിൽ ഒരിക്കലും ആകരുത്. നിങ്ങൾ കുട്ടിയെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നതാണെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകൾ ആരെ സ്നേഹിക്കുന്നതാണെങ്കിലും ഒന്നും അവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. നമ്മളൊക്കെ ആർക്ക് വേണ്ടി ചെയ്യണം? നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാകണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ സന്തോഷം നമുക്ക് ലഭ്യമാവുക. അല്ല എങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പരാതികളും പരിഭവങ്ങളും എന്താവും കൂടുതലായി ഏൽക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ ആരെയും മനസ്സറിഞ്ഞുകൊണ്ട് ആ സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എന്താകണം? മാറണം. നമ്മുടെ വീടുകളിൽ വീട് നമ്മൾ വെച്ചു, ആ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളത്തിന് നമ്മൾ 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് വെള്ളമുണ്ടാക്കുന്നത്.
വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ സഹോദരൻ പറഞ്ഞു, എന്തിനാണ് അവിടെ ചെന്ന് വെള്ളം എടുക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് വെള്ളം ഉണ്ടാകുക? അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കുഴൽ കിണറടിച്ചാൽ എന്താവും, നിങ്ങൾക്ക് ഇവിടെ തന്നെ വെള്ളം. അങ്ങനെ കുഴൽ കിണറടിച്ചപ്പോൾ ഇവിടെ തന്നെ വെള്ളം ലഭിച്ചു. എന്നാൽ അയാൾക്ക് ആ കുഴൽ കിണറടിക്കുമ്പോൾ ഇയാളുടെ വീട്ടിൽ തന്നെ വെള്ളമുണ്ട് എന്ന തിരിച്ചറിവുണ്ടായതുപോലെ സന്തോഷം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് അങ്ങാടിൽ കിട്ടുന്ന മരുന്നല്ല, മറിച്ച് അതൊക്കെയും നമ്മുടെ മനസ്സുകളിലാണുള്ളത്. അതിന് ഈ കുഴൽ കിണർ കുഴിച്ചതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ചില പാകപ്പെടുത്തലുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കാരെയും സ്നേഹിക്കാൻ കഴിയും, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷമുണ്ടാക്കാൻ കഴിയും. ആ രൂപത്തിലേക്ക് നമ്മൾ സ്നേഹവും സന്തോഷവും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സന്തോഷത്തിന്റെ അതിരുകൾ നമ്മുടെ കുടുംബത്തിൽ അലയടിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സന്തോഷത്തിന്റെ ആധിക്യം അവർക്ക് ഉൾക്കൊള്ളാനും അവർക്ക് ആസ്വദിക്കാനും കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ വീട്ട് മാറുന്നത്. അല്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുടെയും പരിഭവങ്ങളുടെയും പറുദിസയായി നമ്മുടെ ഭവനങ്ങൾ മാറുന്ന കാഴ്ചകളായി മാറും. അതുകൊണ്ട് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. സന്തോഷം നമ്മൾ എപ്പോഴും ആരായിരിക്കണം? സന്തോഷവാന്മാരായിരിക്കണം. സന്തോഷം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകണം. അത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഒരു നല്ല ഉമ്മയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ സമൂഹത്തിലൊക്കെയും ആ പശ്ചാത്തലം നല്ല രീതിയിലേക്ക് എന്താവും, പകർന്നു വരും എന്നുള്ളതാണ്. നമ്മുടെ സദർ ഉസ്താദ് സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ മദ്രസയിലെ പല പ്രശ്നങ്ങളും പറഞ്ഞു അല്ലേ? ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്താ നിങ്ങൾ കാണുന്നത്? പരിഹാരം എവിടെയാണ്? ആരാണ് പരിഹരിക്കേണ്ടത്? കുട്ടികളാണോ? നമ്മളാണ് അതിനെ പരിഹരിക്കേണ്ടത്. കുട്ടികളല്ല പരിഹരിക്കേണ്ടത്. ആരാ പരിഹരിക്കേണ്ടത്? നമ്മളാണൊക്കെയും പരിഹരിക്കേണ്ടത്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് അതും ചെയ്യുന്നത് ചെയ്യിപ്പിക്കലെല്ലാം, മറിച്ച് നമ്മളിന്ന് ട്രെയിനിങ് സെഷനുകളിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് ആരോടും ഒരു കാര്യം എന്താകരുത്, ചെയ്യിപ്പിക്കരുത്. പിന്നെന്താകണം? ചെയ്യുന്നതാകണം. സ്വമേധയാ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവൻ പരിവർത്തനപ്പെടുമ്പോൾ മാത്രമേ ആ കാര്യത്തിൽ അവനിക്ക് ആസ്വാദ്യകരമാകുള്ളൂ അല്ലേ? കുട്ടിനെ കളിക്കാൻ പോകാൻ നിങ്ങൾ പറയാറുണ്ടോ? ആ സ്വന്തം പോകില്ലേ? മൊബൈൽ നോക്കാൻ നിങ്ങൾ പറയാറുണ്ടോ? നോക്കുന്നില്ലേ? എന്തുകൊണ്ടാ? എന്നതുപോലെ എല്ലാ കാര്യങ്ങളിലേക്ക് കുട്ടി എന്താണോ ആസ്വാദ്യകരമായി ചെയ്യുന്നത് ആ ആസ്വാദ്യകരത്തിലേക്ക് അവനെ മാറ്റുക എന്നുള്ള പണിയാണ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാത്ത പ്രശ്നമാണ്. നമുക്കത് അറിഞ്ഞ് പരിഹരിക്കുമ്പോൾ, അതിനാണ് ഞാൻ പറഞ്ഞത് എന്ത് വേണം, നമ്മളെ പാരന്റിങ്ങിനെ കുറിച്ച്, മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് നമ്മൾ എന്താകണം, പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ എന്താകാൻ കഴിയും, സംശീകരിക്കാൻ കഴിയും. നമുക്ക് ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ കലഹമില്ലാതെ ശരിയാക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഫോണ് തുറന്നു, ആ ഫോണ് എന്നിട്ട് തിരിച്ചടയ്ക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, ബലം പിടിച്ചിതാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ ഫോൺ ഇങ്ങനെ ഊരിയിട്ട് പിന്നെ തിരിച്ചിടാൻ കിട്ടാത്ത എന്തുകൊണ്ടാ? അതിന്റെ ശരിയായ റൂട്ടിൽ വെക്കാതാകുമ്പോൾ എന്താവും? കിട്ടാതെ വരും അല്ലേ? അപ്പൊ അമർത്തണം, പിടിച്ചു തള്ളണം. അപ്പൊ എന്താവും? പൊട്ടും ചിതറും ഒക്കെ ചെയ്യും. എല്ലാത്തിൻ്റെയും സ്വാഭാവിക പരിണാമം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതെവിടെയെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? അതിൻ്റെ ഇടല് ശരിയായിട്ടില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ അങ്ങനെ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താകണം? ആ കാര്യങ്ങളെ ശരിയായ വണ്ണം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ കുട്ടിയെ വളർത്തലും അനുസരിപ്പിക്കലും നമുക്കൊരു പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കണം, എന്താണ്, എൻ്റെ ഇത് ശരിയായിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്താകണം? തിരിച്ചറിയണം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിതത്തിൽ, എങ്ങനെ കുടുസായ ജീവിതത്തിൽ, ഇങ്ങനെ കുടുസായ വീട്ടിൽ ഇങ്ങനെ ഭാര്യയും മക്കളൊക്കെ ആയി കഴിയാണ്. അപ്പൊ തീരെ സന്തോഷമില്ല. കാരണം വീടിങ്ങനെ ചെറുതായത് കൊണ്ട് തന്നെ ആൾക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെ അയാൾ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരണം. കാരണം ഒരു ചെറിയ വീട്ടിൽ ഞാനും ഭാര്യയും മക്കളുമായി കഴിയുകയാണ്, നിങ്ങളൊരു പരിഹാരം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനെ സമീപം അദ്ദേഹം പറഞ്ഞു, എന്നാൽ അതിനൊരു പരിഹാരമായിട്ട് നിങ്ങൾ ഒരു ആടിനെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്തായി? ഒരു ആടിനെ വാങ്ങി. ആ ആടും കുട്ടികളുമായി വീട്ടിലെന്തായി? നേരത്തെക്കാളും എന്തായി? കൂടുതൽ പ്രശ്നങ്ങളായി. അപ്പൊ അദ്ദേഹം വീണ്ടും ചെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പ്രശ്നത്തിന് പരിഹാരമല്ല, പിന്നെന്തായിരിക്കണത്, അത് വീണ്ടും കൂടുതലായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു പശുവിനെ കൂടി വാങ്ങിക്കെട്ടാൻ വേണ്ടി പറഞ്ഞു.
അപ്പൊ എന്തായി? വീണ്ടും ഒരു പശുവിനെ കൂടി, കാരണം തൻ്റെ ആത്മീയ ഗുരുവാണ് പരിഹാരം ഉണ്ടാകുന്നുള്ള ഉറപ്പില് ആ ആത്മീയ പശുവിനെ കൂടി വാങ്ങിക്കട്ടെ. അപ്പൊ എന്തായി? പശുവിന്റെ ചാണകവും കാര്യങ്ങളൊക്കെ ആയി ഒന്നുകൂടി ജീവിതം എന്തായി? ദുസ്സഹമായി മാറി. അപ്പൊ വീണ്ടും ചെന്നു, നിങ്ങൾ പറഞ്ഞൊന്നും പരിഹാരമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, എന്നാ പിന്നെ ആടിനൊന്ന് വിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആടിനെന്തായി? ആടിനെ കൊടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് മാസം കഴിഞ്ഞ് ആടിനെ കൊടുത്തു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? പൂർണ്ണമായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ എന്തുണ്ട്? ആശ്വാസമുണ്ട്. എന്നാൽ ആ പശുവിനെ കൂടി എന്താൻ പറഞ്ഞു? കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പശുവിനെ കൂടി കൊടുത്തിട്ട് ചെന്നൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അൽഹംദുലില്ലാ വളരെ എന്തായിട്ടുണ്ട്? സന്തോഷമായിട്ടുണ്ട് എന്ന്. ഇവിടെ എന്താ സംഭവിച്ചത്? പുതിയ എന്തെങ്കിലും പരിഹാരം ഉണ്ടായാ? ഇല്ല. അതാണ് തിരിച്ചറിവിലേക്ക് നമുക്ക് നമ്മുടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മെ വന്നെത്തുന്ന സമയത്ത് പഴയതിൽ ഞാൻ സുഖത്തിലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നതാണ് അതിൻ്റെ പ്രതിഫലനം. എന്നതുപോലെ നിങ്ങളൊക്കെയും നാളെ മുതൽ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒന്നാലോചിച്ച് അള്ളാഹുവിനോടൊരു ഹംദ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തിൻ്റെ പൂത്തിരി ഹൃദയത്തിൽ ഇങ്ങനെ അലിയടിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് പരിചയമുള്ളവരെന്ന് കൈപൊക്കി കാണി. അള്ളാഹിനെ പരിചയമുള്ളവര് പരിചയമുണ്ടാ? എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ അള്ളാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട്? ഓർമ്മയുള്ളവർ വന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹ് ചെയ്തു തന്നത് ഓർമ്മ? അള്ളാഹിനെ നമുക്കറ്റേ പരിചയമുണ്ട് അല്ലേ? നമ്മളൊരാഴ്ചയിലല്ല, ഇന്നത്തെ ദിവസം മാത്രം കിട്ടിയ കാര്യങ്ങൾ എഴുതിയാല് അല്ലേ എത്രയുണ്ടാവും? ഇന്നത്തെ ദിവസം മാത്രമല്ലേ? നമ്മളിവിടെ എവിടെയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? എവിടെയാണ്? മദ്രസയിൽ ഒരുമിച്ച് കൂടിയിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ജില്ലയിൽ എത്ര ആശുപത്രി ഉണ്ടാവും? പ്രത്യേകിച്ച് തൃശ്ശൂരിൽ തന്നെ 2-3 മെഡിക്കൽ കോളേജുകൾ അല്ലേ? ആ മെഡിക്കൽ കോളേജിൽ തന്നെ എത്ര രോഗികളുണ്ടാവും അല്ലേ? ആ ലക്ഷക്കണക്കിനുള്ള രോഗികളുടെ രോഗം ഈ സമയത്ത് നമുക്കുണ്ടാവും. ഈ ലക്ഷക്കണക്കിന് രോഗികളും ഒരേ രോഗമായിട്ടല്ല ചെന്നിരിക്കണം. പിന്നെന്തായിട്ടാ? 1,00,000 രോഗമായിട്ടാണ് ചെന്നിരിക്കുന്നത്. ആ 1,00,000 രോഗം ആയിരിക്കില്ല നമുക്ക് അല്ലേ? നമുക്ക് നമ്മുടെ കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്, കൈ താഴ്ത്താൻ പറ്റുന്നു, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്, ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും എന്തിനേറെ ഉദാഹരണം പറയണ, നമ്മൾ കയറാൻ നിന്ന ബസ് നമ്മെ കയറ്റാതെ പോയി, തൊട്ടപ്പുറത്ത് പോയി ബസ് മറിഞ്ഞു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. നമുക്ക് ആശ്വാസം ഉണ്ടാവില്ല? ഉണ്ടാവുക? എന്താ നമുക്ക് കിട്ടിയ ആശ്വാസം? നമുക്ക് നേരത്തെ ഉണ്ടായ പ്രയാസങ്ങളൊക്കെ ആ സമയത്തില്ലേ? പിന്നെ ആ സമയത്ത് നമ്മൾ ആശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജീവനുണ്ട് എന്നുള്ളത് മാത്രം തന്നെ നമ്മൾ അള്ളാഹിനെ സ്തുതിക്കാൻ മാത്രം എത്രയോ അല്ലേ? നമ്മൾക്ക് അയാളെ പോലെ നമുക്കും മരണപ്പെട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അതിപ്പോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ നമ്മുടെ ഓരോ അണുവിലേക്കും ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ രാവിലെ എണീച്ച് എൻ്റെ ഷർട്ടിൻ്റെ ഇത് ഞാൻ തന്നെയാണ് ഊരുന്നത്, ഞാൻ തന്നെയാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ എന്താ ചെറിയൊരു മുറിയോ കാര്യങ്ങളോ വന്നാൽ എനിക്കത് കഴിയോ? ഇല്ല. വേറെ ആളെ കൊണ്ട് ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വേഗതയിൽ അത് ഇടാൻ കഴിയോ? ഇല്ല. അപ്പൊ അങ്ങനെ നിസ്സാരമായ ഓരോ തരത്തില് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമുക്ക് പറയാൻ പറ്റിയ, നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിലപ്പുറത്ത് നമുക്കൊരു 10 പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ 1 കോടി നന്മകൾ നമുക്ക് 10 സന്തോഷിക്കാവുന്നതുണ്ടാവും. ആ രീതിയിലേക്ക് നമ്മൾ നോക്കുന്നത്, നമുക്കത് കാണാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നിങ്ങളെല്ലാവരും എന്തുണ്ടല്ലോ ഈ സ്ക്രീന്, ഈ നമ്മുടെ മറ മുതൽ ആ മറ വരെയുള്ള ആ ചുമരിലേക്കൊന്ന് എല്ലാവരും 1 മിനിറ്റ് സസൂക്ഷ്മം നോക്കിയിട്ട് എന്താ കാണുന്നൊരു കാര്യം ഒന്ന് പറഞ്ഞാണ്. ഈ ചുമരിലേക്ക്, ഈ കാണുന്ന ആ മറ മുതൽ ഈ മറ വരെയുള്ള ചുമരിലേക്ക് നല്ല സസൂക്ഷ്മം നോക്കി, എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം ഒന്ന് പറയും. 1 മിനിറ്റ് ശരിക്കും നോക്കണം. പറയും, എന്തെങ്കിലും കണ്ടെത്തിയവരുണ്ടെങ്കിൽ പറയും. എന്താ കണ്ടത്? എന്തെങ്കിലും കണ്ടോ?
ഒന്നും കണ്ടില്ല. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ പറയും, എന്തെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ. ആരും ഒന്നും കണ്ടില്ല. ഒന്നുമില്ല, അവിടെ ഒന്നും കണ്ടില്ല. ശരിക്കും നോക്കിയില്ല ഞങ്ങൾ. ഇല്ല, കണ്ടില്ല അല്ലേ? ആ വിശാലമായ ചുമര് നമുക്ക് എന്താകാൻ കഴിഞ്ഞിട്ടില്ല, കാണാന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വിശാലമായ ചുമര് നിങ്ങൾ ആരും കണ്ടില്ല? കണ്ട? ആണ് അങ്ങനെ നമ്മളൊക്കെ സൂക്ഷ്മം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ ആ കലണ്ടർ തൂങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും, ചില ഹോളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? യഥാർത്ഥത്തിൽ ആ വിശാലമായ ആ എന്തുണ്ട് ചുമരവിടെ കാണുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടിൻ്റെ അളവ് നമുക്ക് എന്താൻ കഴിയും, കാണാൻ കഴിയും. പക്ഷെ വിശാലമായി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്താവും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ സ്വന്തത്തിലേക്ക് നോക്കി ആ അള്ളാഹുവിനോട് ദിവസവും നമുക്ക് ആ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിൽ വെള്ളം കുഴൽക്കിണറടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം പെയ്തിറങ്ങുന്നതിന് വേണ്ടി അള്ളാഹുവിനോടുള്ള ആ സ്തുതികൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വിവേചിച്ചറിയാൻ, തിരിച്ചറിയാൻ, അത് കണ്ടെത്തി അതിനോട് ഹംദ് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ ഒരു പ്രയാസങ്ങളും നമ്മെ അലട്ടില്ല. കാരണം എന്താണ്? അതിനെയൊക്കെ മറികടക്കുന്ന സന്തോഷം നമ്മളിലേക്ക് കണ്ടെത്താൻ കഴിയും. ഒരു യാചകൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാചകൻ കടന്നു ചെല്ലുന്ന സമയത്ത് വിശാലമായ മനോഹരമായ വീടിങ്ങനെ കാണാൻ, അതിൻ്റെ പൂമുഖവാതിൽക്കലായിരിക്കണേ അതിൻ്റെ ഉടമസ്ഥങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ യാചകൻ എന്ത് തോന്നി? ഇയാളെത്ര അനുഗ്രഹീതനാണ്, ഇയാളെത്ര അനുഗ്രഹീതനാണ് എന്ന് അയാൾക്ക് തോന്നും. അപ്പൊ അത് ആ സന്തോഷം അയാളോട് പറയണം, നിങ്ങളെത്ര അനുഗ്രഹീതനാണ്, നിങ്ങൾക്ക് ഈ വിശാലമായ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ ഉടമസ്ഥൻ പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കിതൊക്കെ നൽകാം, നിനക്ക് കാണുന്നത് പോലെ എനിക്കെന്ത് കാണാൻ കഴിഞ്ഞാൽ മതി? കാഴ്ച കാണാൻ എനിക്ക് കഴിഞ്ഞാൽ മതി, എനിക്കെന്തില്ല? കാഴ്ചയില്ല എന്ന്. അപ്പൊ ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് എന്താ? എനിക്കൊരു കാഴ്ചയുണ്ടാകണം എന്നുള്ള. എന്നതുപോലെ നമ്മളൊക്കെയും നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ പരിതാപനങ്ങളും പരിവേദനങ്ങളും വേദനകളും മാത്രം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചികഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്ക് സ്തുതിക്കാനും നമുക്ക് സന്തോഷിക്കാനും എമ്പാടുമുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ സ്വാംശീകരിക്കപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ആ രക്ഷിതാവിങ്കിലേക്കുള്ള ആത്മാർത്ഥമായ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം. ആ രീതിയിലേക്ക് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതിന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തേടിപ്പോകുന്നതിനപ്പുറത്ത് നമ്മുടെ സ്വന്തം മനസ്സുകളിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് ആ സന്തോഷം കണ്ടെത്തുന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. അപ്പൊ നമ്മുടെ കുടുംബം എന്തുണ്ടാവും? ഇമ്പമുള്ള കുടുംബമായി മാറും. അങ്ങനെ ഇമ്പമുള്ള കുടുംബമായി നമ്മുടെ മക്കളും നമ്മുടെ മറ്റുള്ള ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എന്താകണം? കാര്യങ്ങളെ വകതിരിഞ്ഞ് മാറ്റാൻ കഴിയണം. ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഉമ്മമാരാണ് അല്ലേ? കുട്ടികളുടെ ഉമ്മമാരാണ്. നമുക്ക് പലതും എന്താകുന്നുണ്ട്? പഠിക്കാനുണ്ട്. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് പഠിക്കാനും പകർത്താനും നമുക്ക് എമ്പാടുമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ള ആമുഖമായൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകിയത്. ക്ലാസ് കൊണ്ട് എന്താ ഉദ്ദേശം? ഇങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ തിരിച്ചറിവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വകകൾ വീണ്ടും ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കരഗതമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താകും? സുന്ദരകരമാകും. അപ്പൊ നമ്മുടെ കുട്ടികളെയും സുന്ദരമായി കൈകാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ അത്തരത്തിലേക്ക് നമ്മുടെ ചിന്തകളെ പരിവർത്തനപ്പെടുത്തി സന്തോഷം നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള
പ്രവർത്തനങ്ങളിൽ വ്യഗ്രത നമ്മൾ കാണിക്കണം. അതിന് നാഥൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കും.